മിശിഹായാൽ ഏറ്റവും സ്നേഹമുള്ളവരെ, കർത്താവ് നമുക്ക് എന്നും വചനം തരും. കാരണം ദൈവവചനത്തിലൂടെ അവിടുന്ന് നമ്മളെ എന്നും ശക്തിപ്പെടുത്തിയും പ്രതീക്ഷ തന്നും പ്രത്യാശകൾ തന്നും വഴി നടത്തും. ഇന്ന് നമുക്ക് കർത്താവ് നൽകുന്ന ദൈവവചന സന്ദേശത്തിൻ്റെ കാതലായ ആത്മീയ അംശം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്: എന്നും കർത്താവിനോട് ചേർന്ന് നിൽക്കുക. കർത്താവിനെ പിടിവിടാതെ എന്നും കർത്താവിനോട് ചേർന്ന് നിൽക്കുക. അതിനെ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കർത്താവിനെ മുറുകെ പിടിക്കുക, വിടരുത്. ഇത് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കോബിൻ്റെ കാര്യം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. യാക്കോബ് ഒരു രാത്രി മുഴുവനും ദൈവദൂതനുമായി മല്ലിട്ടു, പിടിവിടാതെ മല്ലിട്ടു. ഏകദേശം നേരം വെളുത്തപ്പോൾ ദൈവദൂതനോട് യാക്കോബ് പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നിന്നെ ഞാൻ വിടുകയില്ല. എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നിന്നെ ഞാൻ വിടുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നമ്മൾ കർത്താവിനെ മുറുകെ പിടിക്കണം. എന്തിനു വേണ്ടിയിട്ടാണെന്നോ? കർത്താവിൽ നിന്ന് വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് കിട്ടും. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ കാതലായ വിധത്തിൽ ഇങ്ങനെ കർത്താവിനെ മുറുകെ പിടിച്ച് ദൈവാനുഗ്രഹം പ്രാപിക്കാൻ നമുക്കൊക്കെ സാധിക്കുന്നത് എങ്ങനെയാണെന്നോ? വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട്. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 50-ാം തിരുവചനത്തിൽ കർത്താവ് പറയുന്നത്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, അവൾ സുഖം പ്രാപിക്കും. ആ ജായുരീസിൻ്റെ മകൾ ഇതാ അസുഖമായി മരിക്കാറായി കിടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ കുറച്ച് പേര് വന്ന് ഈശോയെ കാര്യം അറിയിച്ചപ്പോൾ കർത്താവ് പറയുന്നതാണ്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, അവൾ സുഖം പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി നമുക്കൊക്കെ ഉണ്ടായിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകമാണിത്. കർത്താവിനെ വിടാതെ മുറുകെ പിടിക്കുക. അതിനെന്താ വേണ്ടേ? ഈ വചനം പറയുന്ന പോലെ ഭയപ്പെടരുത്, വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം എന്നാ? എൻ്റെ കർത്താവിൽ ഞാൻ വിശ്വസിച്ചാൽ എന്നെ കർത്താവ് നിരാശപ്പെടുത്തുകയില്ല. എന്നെ കർത്താവ് വെറും കൈയോടെ പറഞ്ഞയക്കില്ല. എനിക്ക് കർത്താവ് വലിയ നിയോഗങ്ങൾ നിറവേറ്റി തന്ന് അനുഗ്രഹിക്കും. ഇങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കണം. ചിലവരോർക്ക് വലിയ രോഗം വന്നു. ചിലപ്പോൾ ക്യാൻസർ രോഗം, ചിലപ്പോൾ ലിവർ സിറോസിസ്, ചിലപ്പോൾ കിഡ്നി രോഗം, മറ്റ് മാരകമായ രോഗങ്ങൾ വരുന്നു. ഇനി അതല്ലെങ്കിൽ കടബാധ കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് കുമിഞ്ഞു കൂടുന്നു. എത്ര പ്രാവശ്യം പരീക്ഷകൾ എഴുതിയിട്ടും വിജയിക്കുന്നില്ല. അങ്ങനെയൊക്കെ ഓർക്കുമ്പം, അങ്ങനെയുള്ള അനുഭവത്തിലൂടെ കടന്നു പോവുകയും ചെയ്യുമ്പോൾ ചിലവരോർക്കും, എന്താ കാര്യം വിശ്വസിച്ചിട്ട്, എന്താ കാര്യം കർത്താവിനെ മുറുകെ പിടിച്ചിട്ട്? കർത്താവിശംശയ്ക്ക് ഇതൊന്നും സാധിക്കില്ല, അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നത്, ഒന്നും ശരിയാകാത്തതെന്നൊക്കെ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവവചനം നമ്മളോട് പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 14-ാം വചനത്തിൽ അതിങ്ങനെയാണ്: കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ? കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ? ഉൽപ്പത്തി 18:14. പ്രിയപ്പെട്ടവരെ, കർത്താവിന് കഴിയാത്തത് ഒന്നുമില്ല. നമുക്കിങ്ങനെ ഒരു ശരീരം തരാൻ, ഇതിൻ്റെ ഉള്ളിൽ എല്ലാ ആന്തരാവയവങ്ങളും തരാൻ കർത്താവിന് കഴിയുമെങ്കിൽ ആ ശരീരത്തിലെ ആന്തരാവയവങ്ങൾക്ക് ഒരു ചെറിയ കേട് വന്നാൽ അത് സുഖപ്പെടുത്താൻ കർത്താവിന് കഴിയും. കർത്താവിന് അറിയാം നമുക്ക് ആവശ്യമുള്ളത് എന്താണ് എന്ന്. അപ്പം നമ്മുടെ വശത്തു നിന്ന് എന്താ വേണ്ടേ? വിശ്വാസത്തോടെ കർത്താവിനെ മുറുകെ അങ്ങ് പിടിക്കണം. ഏത് പ്രതിസന്ധി വരുമ്പോഴും ചിലപ്പം നമ്മൾ ഓർക്കും, ഒരു വാതിൽ പോലും തുറന്നു കിടക്കുന്നത് കാണാനില്ല, ജീവിതത്തിൽ ഒരു വെളിച്ചം പോലുമില്ല, ഒരു കാരണവശാലും ഞാൻ രക്ഷപ്പെടില്ല എന്നൊക്കെ ചിലപ്പം ഓരോരുത്തർ ചിന്തിക്കും. പക്ഷേ പ്രിയപ്പെട്ടവരെ, കർത്താവിന് കഴിയാത്തതായി ഒന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് അങ്ങനെയുള്ള ഒരു അറിവിനെയാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത് ജ്ഞാനം എന്ന്. ഈ ഒരു അറിവിലേക്ക് വരണം. ഇത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് PhD വേണ്ട, നമുക്ക് ഹയർ സ്റ്റഡീസ് ആവശ്യമില്ല. പിന്നെ എന്താ വേണ്ടേ? ദൈവവചനം ആഴത്തിൽ അറിഞ്ഞാൽ മതി. അതിനെയാണ് ജ്ഞാനം പറയുന്നത്.
സോളമൻ കർത്താവിനോട് ചോദിച്ചതും ഇതുതന്നെയാണ്, കർത്താവേ, ഈ ജനത്തെ നയിക്കാനുള്ള ജ്ഞാനം എനിക്ക് തരണമേ എന്ന്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 5-ാം വചനത്തിൽ പറയുന്നത് ഇങ്ങനെയല്ലേ, നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവന് അത് ലഭിക്കും. എന്തുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ അങ്ങനെ പറയുന്നത്? നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ, ഏത് ജ്ഞാനമാണെന്നോ? വലിയൊരു പ്രതിസന്ധി ഉണ്ടായി, ഇതിനെ എങ്ങനെ മറികടക്കുമെന്ന് നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടില്ല. നമ്മുടെ പഠിച്ചിട്ടുള്ള പഠനങ്ങൾ വെച്ച് ഹരിച്ചും ഗുണിച്ചും കൂട്ടിയും കുറച്ചും നോക്കിയാലും നമുക്ക് ഉത്തരം കിട്ടില്ല. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ പറഞ്ഞത്, നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അപ്പോഴോ അവന് അത് ലഭിക്കും, നമുക്കത് ലഭിക്കും. അങ്ങനെ ദൈവം തരുന്ന വചനത്തിലൂടെ, ആത്മാവിലൂടെ നമുക്ക് തരുന്ന ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ നോക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുന്നിൽ ഒരു വഴികളും തുറന്നു കിടക്കുന്നില്ലെങ്കിലും കർത്താവ് നമുക്കായി പുതുവഴികൾ വെട്ടും എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതാണ് യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 6-ാം വചനത്തിൽ യാക്കോബ് ശ്ലീഹ പറയുന്നത്, കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന്. കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകും കർത്താവ് ശംശയ. എങ്ങനെ കുറ്റപ്പെടുത്താതെ എന്നാ? നീ അല്ലെങ്കിലും നിൻ്റെ കയ്യിലിരിപ്പ് എങ്ങനെയാണ്, അതുകൊണ്ട് തന്നെ നിനക്ക് തരില്ല. നീ ഞാൻ പറഞ്ഞതനുസരിച്ചില്ലല്ലോ, അതുകൊണ്ട് നിനക്ക് ഒരു കാര്യത്തും ഗതി പിടിക്കില്ല. ഇങ്ങനെയൊന്നും കുറ്റപ്പെടുത്തില്ല എന്ന്. കുറ്റപ്പെടുത്തുമോ? കുറ്റപ്പെടുത്തില്ല. ധൂർത്തപുത്രൻ്റെ കാര്യത്തിൽ എന്നാ, ആ അപ്പൻ ധൂർത്തപുത്രനായ ആ മകനോട് വല്ല കാര്യം ചോദിച്ചോ? ഒന്നും ചോദിച്ചില്ല, കുറ്റപ്പെടുത്തിയില്ല, ഒരു കാര്യത്തിലും നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞില്ല. നേരെ മറിച്ച് എല്ലാം അങ്ങ് കൊടുക്കുകയാണ് ചെയ്തത്. ഇതാണ് പ്രിയപ്പെട്ടവരെ യാക്കോബ് ശ്ലീഹ പറഞ്ഞത്, കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന്. എന്നാൽ അപ്പം നമ്മളെ കുറ്റപ്പെടുത്തുന്ന ആരാണെന്നോ? പ്രധാനമായിട്ടും നമ്മളെ കുറ്റപ്പെടുത്തുന്നത് നമ്മൾ തന്നെയാണ്. എന്നെ ഞാൻ തന്നെ കുറ്റപ്പെടുത്തും. ചിലവരിങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിലും എൻ്റെ അച്ഛാ, എൻ്റെ ജന്മം തൊട്ട് എനിക്ക് ഇങ്ങനെയാണ്, ഗതികേടാണ്, എന്ത് ചെയ്താലും ശരിയാകുന്നില്ല, എങ്ങനെ പഠിച്ചാലും ശരിയാവില്ല, ഏത് കാര്യത്തിൽ ഏർപ്പെട്ടാലും പരാജയമുള്ളൂ. പഠനകാലത്ത് പരാജയം, ഒരു ജോലിക്ക് വേണ്ടി നോക്കിയപ്പോഴും പരാജയം, കിട്ടിയില്ല. കല്യാണം കഴിഞ്ഞിട്ടോ അതും പൂർണ്ണ പരാജയം. ഇങ്ങനെ ജീവിതം മുഴുവൻ പരാജയവും വിഷമവും. അല്ലെങ്കിലും എൻ്റെ തലവര നല്ലതല്ല, അവസാനം തലയിലത്തെ വരയ്ക്കാണ് എല്ലാ കുറ്റവും. പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നത് കേട്ടില്ലേ, കർത്താവ് കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ്. നമ്മളാണ് നമ്മളെ കുറ്റപ്പെടുത്തുന്നത്. പിന്നെ ചിലപ്പോൾ ബാക്കിയുള്ളവർ, മറ്റുള്ളവർ ആരെങ്കിലുമൊക്കെ കുറ്റപ്പെടുത്തുമായിരിക്കും, നിൻ്റെ കയ്യിലിരിപ്പുകാരനോ നിൻ്റെ സ്വഭാവം കാരനോ അല്ലെങ്കിൽ നിനക്ക് ശരിയാവില്ല എന്നൊക്കെ. പ്രധാനമായിട്ടും നമ്മളാണ് കുറ്റപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, അത് സംഭവിക്കാതിരിക്കാൻ കർത്താവിനോട് ചേർന്ന് നിന്ന് വിശ്വാസത്തോടെ കർത്താവിനെ മുറുകെ പിടിക്കണം. അതുകൊണ്ടല്ലേ 1-ാം മണിക്കൂറിലും 9-ാം മണിക്കൂറിലും 12-ാം മണിക്കൂറിലും 14-ാം മണിക്കൂറിലും ഒക്കെ വന്നവർക്ക് കർത്താവ് ഒരേ ധനാറ വെച്ച് കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? കുറ്റപ്പെടുത്തുന്നില്ല. നിങ്ങൾ അലസന്മാരാണ്, നിങ്ങൾ തോന്നിയാസം കാണിക്കുന്നവരാണ് എന്നൊന്നും കുറ്റപ്പെടുത്തുന്നില്ല. ഉദാരമായി കൊടുക്കുന്നവനാണ് കർത്താവ്. അതുകൊണ്ട് എന്താ വേണ്ടതെന്ന് യാക്കോബ് ശ്ലീഹ വീണ്ടും വീണ്ടും ആവർത്തിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ യാക്കോബ് ശ്ലീഹയുടെ 1-ാം ലേഖനം 1-ാം അധ്യായം 6-ാം വചനത്തിൻ്റെ 2-ാം ഭാഗം അതിങ്ങനെയാണ്, സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ. യാക്കോബ് 1-ാം അധ്യായം 6-ാം വചനത്തിൻ്റെ 2-ാം ഭാഗമാണിത്. സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ. അതാണ് പ്രിയപ്പെട്ടവർ പ്രധാനപ്പെട്ട കാര്യം. സംശയിക്കരുത്. കർത്താവ് നമുക്ക് തരും എന്ന് അങ്ങോട്ട് വിശ്വസിക്കണം. രോഗമാണോ? ഈ രോഗത്തെ കർത്താവ് മാറ്റിത്തരും എന്നങ്ങ് വിശ്വസിക്കണം. കടബാധയാണോ? അത് ചിലപ്പോൾ ലക്ഷങ്ങളോ കോടികളോ ആയിരിക്കും. എന്നാലും ഈ കടബാധ്യത കർത്താവ് മാറ്റിത്തരും എന്നങ്ങോട്ട് വിശ്വസിക്കണം. ഈശോ പറയുന്നത് എന്നാ, വിശ്വസിക്കുന്നവരോടുകൂടെ എൻ്റെ
അടയാളങ്ങൾ ഉണ്ടായിരിക്കുമെന്നാണ്. അത് സംഭവിക്കും. യാക്കോബ് ശ്ലീഹ പറഞ്ഞു, സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ. നമുക്ക് എപ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഇതുപോലെ ഒരു സ്വഭാവം ഉണ്ടാകുന്നത്? സംശയിക്കരുത്. കർത്താവ് പറഞ്ഞാൽ അത് പറഞ്ഞതാണെന്നും അതിന് ഒരു അക്ഷരത്തിൻ്റെ മാറ്റം പോലും സംഭവിക്കില്ല എന്ന് അങ്ങ് വിശ്വസിക്കണം. വീണ്ടും യാക്കോബ് ശ്ലീഹ പറയുകയാണ്, സംശയപ്രകൃതിയും ചഞ്ചലചിത്തനുമായ ഒരുവന് എന്തെങ്കിലും കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതരുത്. കിട്ടുമാവോ? ചിലപ്പോൾ കിട്ടുമായിരിക്കും, മിക്കവാറും കിട്ടില്ല. കിട്ടിയാൽ നല്ല കാര്യം, കിട്ടിയില്ലെങ്കിലോ? ഇങ്ങനെ സംശയിക്കരുതെന്ന്. അങ്ങനെയൊക്കെ സംശയിച്ചാൽ വചനം പറയുന്ന കേട്ടില്ലേ, സംശയപ്രകൃതിയും ചഞ്ചലചിത്തനുമായ ഒരുവന് എന്തെങ്കിലും കർത്താവിൽ നിന്ന് കിട്ടുമെന്ന് കരുതരുത്. അപ്പം നമ്മളെന്താ വേണ്ടേ? ഇങ്ങനെ വേവറിങ് മൈൻഡ് ആകരുത്, ചഞ്ചലചിത്തരാകരുത്. ഉറപ്പിക്കണം നമ്മളോട് തന്നെ, കർത്താവ് എന്നെ അനുഗ്രഹിക്കും, എൻ്റെ നിയോഗങ്ങൾ കർത്താവ് എനിക്ക് നിറവേറ്റി തരും എന്ന് ഉറപ്പായും വിശ്വസിക്കണം. അങ്ങനെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അത് സംഭവിക്കും. അതാണ് പ്രിയപ്പെട്ടവരെ കർത്താവ് യേശുമിശിഹാ യോഹന്നാൻ്റെ സുവിശേഷം 11 അധ്യായം 40 വചനത്തിൽ ഈശോ ഇങ്ങനെ പറയുന്നത്, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അത് സംഭവിക്കും, സംഭവിച്ചേ മതിയാകൂ. അതുകൊണ്ട് നമ്മൾ എന്താ വേണ്ടേ? ഇങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കണം. കാരണം പിതാവായ ദൈവം നമ്മളോട് പറഞ്ഞു, പുത്രനായ ഈശോയും അതേപോലെ തന്നെ പറഞ്ഞു തരുന്നു, വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? പ്രിയപ്പെട്ടവരെ, അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പൗലോസ്ലീഹ സാവൂൾ പൗലോസായി കഴിഞ്ഞ് വലിയ ദൈവാനുഭവത്തിലേക്ക് വളർന്ന് ദൈവകൃപയുണ്ടായി, ദൈവത്തിൻ്റെ പ്രത്യേക ദർശനങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഇങ്ങനെ വചന ശുശ്രൂഷ നടത്തുമ്പോൾ ഗലേഷ്യൻസിന് ഈ പൗലോസ്ലീഹ എഴുത്തുകൾ എഴുതി, ഗലാത്യക്കാർക്ക്. അങ്ങനെ ഗലാത്യക്കാർക്ക് എഴുതിയപ്പോൾ 3-ാം അധ്യായത്തിൽ ഇങ്ങനെ കുറേ എഴുത്തുകൾ എഴുതി, ഓരോന്നും അധ്യായം തിരിച്ച്. ആ 3-ാം അധ്യായത്തിൽ 9-ാം വചനത്തിൽ പൗലോസ്ലീഹ അവരോട് പറഞ്ഞു, അവരുടെ വിശ്വാസത്തെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ഗലാത്യക്കാരുടെ വിശ്വാസത്തെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു, വിശ്വാസമുള്ളവർ വിശ്വാസിയായ അബ്രാഹത്തോടൊത്ത് അനുഗ്രഹം പ്രാപിക്കുന്നു. അങ്ങോട്ട് അക്ഷരമുണ്ടല്ലോ, കത്തുന്ന അക്ഷരത്തിലൂടെയാണ് പൗലോസ്ലീഹ അവരോട് പറഞ്ഞത്, വിശ്വാസമുള്ളവർ വിശ്വാസിയായ അബ്രാഹത്തോടൊത്ത് അനുഗ്രഹം പ്രാപിക്കുന്നു. കാരണം ആ ഗലാത്യ പ്രദേശത്ത് ദൈവവചന ശുശ്രൂഷയൊക്കെ നടത്തി ഒത്തിരിയേറെ പേര് ഈശോയിൽ വിശ്വസിച്ചു, മാമോദീസയൊക്കെ സ്വീകരിച്ചു. എന്നാലും അവരിൽ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവരിൽ കുറച്ച് പേർക്കൊക്കെ വിശ്വാസത്തിൽ ചഞ്ചലിപ്പുണ്ടായി. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പം ഇത് പൗലോസ്ലീഹ അറിഞ്ഞു. അപ്പോഴാണ് പൗലോസ്ലീഹ അവരെ ശക്തിപ്പെടുത്താനും അവർക്ക് കർത്താവിലുള്ള വിശ്വാസം ഉറപ്പിക്കാനും വേണ്ടിയിട്ട് എഴുതി, വിശ്വാസമുള്ളവർ വിശ്വാസിയായ അബ്രാഹത്തോടൊത്ത് അനുഗ്രഹം പ്രാപിക്കുന്നു. എന്നിട്ട് പൗലോസ്ലീഹ ഈ അബ്രാഹത്തിൻ്റെ ചരിത്രം അങ്ങ് പറഞ്ഞു, എങ്ങനെയാണ് അബ്രാഹം വിശ്വസിച്ചതെന്നും എങ്ങനെയാണ് അബ്രാഹം കർത്താവിനോട് ചേർന്ന് കർത്താവിനെ മുറുകെ പിടിച്ച് ജീവിച്ചതെന്നും ഈ പൗലോസ്ലീഹ പറഞ്ഞു. റോമക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 18-ാം വചനത്തിൽ, താൻ അനേകം ജനതകളുടെ പിതാവാകും എന്ന് പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. അപ്പോൾ പ്രതീക്ഷയ്ക്ക് ഒരു സാധ്യതയില്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അബ്രാഹം വിശ്വസിച്ചു. എന്ത്? പിതാവായ ദൈവം പറഞ്ഞ ഒരു കാര്യം. പിതാവായ ദൈവം വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു, അബ്രാഹം, നിന്നിൽ നിന്ന് ഞാൻ വലിയൊരു ജനതയെ പുറപ്പെടുവിക്കും, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, ഭൂമിയിലെ കടൽ തീരത്തെ മണൽത്തരികൾ പോലെ, എണ്ണിയാൽ തീരാത്ത വിധത്തിലുള്ള ഒരു വലിയ ജനസഞ്ചയത്തെ നിന്നിൽ നിന്ന് ഞാൻ പുറപ്പെടുവിക്കും. ഈ കാര്യം അബ്രാഹം അങ്ങോട്ട് വിശ്വസിച്ചു. എപ്പോഴാണ് വിശ്വസിച്ചത്? വിശ്വാസത്തിന് ഒരു സാധ്യതയില്ല,
പ്രതീക്ഷയ്ക്ക് ഒരു സാധ്യതയില്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. എന്നതാ പ്രിയപ്പെട്ടവരെ പ്രതീക്ഷയോടെ വിശ്വസിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ആ വിശ്വാസത്തിൽ അവിശ്വാസത്തിൻ്റെ ഒരു കണിക പോലുമില്ല, ചെറിയൊരു കണിക പോലുമില്ല. പ്രതീക്ഷയ്ക്ക് യാതൊരു വകയില്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അബ്രാഹാം വിശ്വസിച്ചു. ദൈവം പറഞ്ഞ കാര്യം, ദൈവം പറഞ്ഞു, അബ്രാഹാം നീ അനേകം ജനതകളുടെ പിതാവാകുമെന്ന്. പക്ഷേ ഓർക്കണം, 100 വയസ്സായി, എന്നിട്ട് പോലും ഒരു കുഞ്ഞു പോലും ജനിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിച്ചേ മതിയാകും. നമ്മളും ചിലപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ കടബാധ്യത ഇങ്ങനെ അങ്ങ് കുമിഞ്ഞുകൂടി നിൽക്കുമ്പം ഇതൊക്കെ എങ്ങനെ വീടിക്കിട്ടും? ഞാൻ എങ്ങനെ വീട്ടും? വിൽക്കാൻ സ്ഥലമില്ല, സഹായിക്കാൻ ആരുമില്ല, പിന്നെ ഈ കടബാധ്യത എങ്ങനെ മാറും? ഏതായാലും പ്രിയപ്പെട്ടതിനെ, അബ്രാഹാം അന്ന് വിശ്വസിച്ചു. അബ്രാഹാം ഫേസ് ചെയ്ത പ്രശ്നം എന്നതാ? വയസ്സ് 100ആയി, ഒരു കുഞ്ഞു പോലുമില്ല. സാറായ്ക്കും ഇനി കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാനുള്ള എല്ലാ ശാരീരിക കഴിവും കഴിഞ്ഞു. എന്നിട്ടും വിശ്വസിച്ചു. വചനം പറയുന്നു, നോക്കുക, റോമക്കാർക്ക് എഴുതിയ ലേഖനം 4 അധ്യായം 19 വചനം. 100 വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നെന്നും സാറായുടെ ഉദരം വന്ധ്യമാണെന്നും അറിയാമായിരുന്നിട്ടും അവൻ്റെ വിശ്വാസം ദുർബലമായില്ല. ഇതാണ് പ്രിയപ്പെട്ടവരെ വിശ്വാസത്തോടെ കർത്താവിനെ മുറുകെ പിടിക്കണം എന്ന് പറയുന്നത്. 100 വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നു. ഇനി കുഞ്ഞുണ്ടാകാൻ പോയിട്ട് എപ്പോഴാ ചാകുന്നതെന്ന്, അവസാന ശ്വാസം എപ്പോഴാ വലിക്കുന്നതെന്ന് മാത്രം നോക്കിയാൽ മതി. ആ അവസ്ഥയിലാണ് അബ്രാഹത്തിൻ്റെ ശാരീരിക സ്ഥിതി. എന്നിട്ടും അബ്രാഹാം വിശ്വസിച്ചു കർത്താവ് ഒരു കുഞ്ഞിനെ തരുമെന്ന്. കാരണം വിശ്വസിക്കാനുള്ള ഏക കാരണം ഇതാണ്, വാക്ക് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും മനുഷ്യനല്ല, പിതാവായ ദൈവമാണ്. അതുകൊണ്ടാണ് വിശ്വസിച്ചത്. എന്നിട്ട് പറയുകയാണ്, സാറായുടെ ഉദരം വന്ധ്യമാണെന്നും അറിയാമായിരുന്നിട്ടും അവൻ്റെ വിശ്വാസം ദുർബലമായില്ല. അവസാന നിമിഷത്തിൻ്റെ അവസാനം വരെ അബ്രാഹാം വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതിനെയാണ് കർത്താവിനെ മുറുകെ പിടിച്ച് വിശ്വാസത്തിൽ നിലനിൽക്കണമെന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരു രോഗം വരുമ്പോഴത്തേനും തകർന്ന് തരിപ്പണമായി അടിഞ്ഞു പോകുന്നവരുണ്ട്. ഇനി രക്ഷയില്ലല്ലോ എന്ന്, ഇനി എവിടെ പോയി ചികിത്സിച്ചിട്ടും ഒരു കാര്യമില്ലോ, സൗഖ്യം കിട്ടില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുന്നവരോടുകൂടെ കർത്താവിൻ്റെ അടയാളം ഉണ്ടായിരിക്കും. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തുക തന്നെ ചെയ്യും. അതാണ് കർത്താവ് ആരംഭത്തിലെ പറഞ്ഞത്, വിശ്വസിക്കുക മാത്രം ചെയ്യുക, ഭയപ്പെടേണ്ട എന്ന്. അത് സംഭവിക്കുമെന്ന് കർത്താവ് ഇങ്ങനെ അടിത്തറയിട്ട് പറഞ്ഞു തരികയാണ്. വീണ്ടും റോമക്കാർക്ക് എഴുതിയ ലേഖനം 4 അധ്യായം 20 വചനത്തിൽ ഇങ്ങനെയല്ലേ പറയുന്നത്, വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല. അപ്പോൾ എന്താണ് പ്രിയപ്പെട്ടത് ഈ വചനത്തിൻ്റെയൊക്കെ ആത്മീയ കാതൽ നമുക്ക് പറയുന്നത്? ദൈവം പറഞ്ഞതിനെതിരായി ചിന്തിക്കുക പോലും ചെയ്യരുതെന്ന്. സംഭവിക്കുമോ? സംഭവിക്കാതിരിക്കുമോ? സംഭവിക്കാൻ സാധ്യതയില്ല, ചിലപ്പോൾ സംഭവിക്കും. ഇതുപോലെയൊക്കെ സംഭവിച്ചാൽ നല്ല കാര്യം. അങ്ങനെയൊന്നും ചിന്തിക്കുക പോലും ചെയ്യരുതെന്ന്. വചനം എന്താണോ പറഞ്ഞത് അത് അച്ചിട്ട പോലെ സംഭവിക്കും. വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം നമ്മൾ അതല്ലേ കാണുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പം കർത്താവ് എന്തൊക്കെ ഇങ്ങനെ പരസ്യ ജീവിതകാലത്ത് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം പടിപടിയായി സംഭവിച്ചില്ലേ? ഈശോ തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞു, താൻ ഇങ്ങനെ പീഡിപ്പിക്കപ്പെടും, എല്ലാവരും കൂടെ പിടിച്ച് അടിച്ച് ഇടിച്ച് എന്നെ കുരിശിൽ തറച്ച് കൊല്ലും, കുഴിച്ചു മൂടും. എന്നിട്ട് പറഞ്ഞു 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. കർത്താവ് പറഞ്ഞത് സംഭവിച്ചില്ലേ? ഈശോ പറഞ്ഞു, വീണ്ടും പറഞ്ഞു, നിങ്ങളിൽ കാണുന്ന മനോഹരമായ ദേവാലയമുണ്ടല്ലോ, ഇതൊക്കെ തകർന്ന് തരിപ്പണമാകുമെന്ന്. AD 70 അത് തകർന്ന് തരിപ്പണമായില്ലേ? അപ്പോൾ കർത്താവ് പറഞ്ഞാൽ അച്ചിട്ട പോലെ അത് സംഭവിക്കും. അപ്പം നമ്മൾ വചനത്തിൽ
ഒരു കാരണവശാലും ഒരു സെക്കൻഡ് പോലും സംശയിക്കരുത്. അതുകൊണ്ടാണ് വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല. മറിച്ച് അബ്രാഹാം ചെയ്തു തന്നതാ, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. നമ്മുടെ ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും, സന്തോഷത്തിലും സന്താപത്തിലും വിജയത്തിലും പരാജയത്തിലും, ആരോഗ്യമുണ്ടായാലും അനാരോഗ്യമായാലും രോഗമായാലും, ഇതായിരിക്കണം നമ്മുടെ ആപ്തവാക്യം. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. അപ്പോൾ അബ്രാഹാം ശക്തി പ്രാപിച്ചത് എങ്ങനെയാണ്? ദൈവത്തിലുള്ള വചനത്തിൽ വിശ്വസിച്ച്, ദൈവത്തിൻ്റെ വാക്കിൽ വിശ്വസിച്ച്, എന്നിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. എപ്പോഴാണെന്ന് ഓർക്കണം, 100-ാമത്തെ വയസ്സിൽ. എന്നിട്ടും ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇതാണ് പ്രിയപ്പെട്ടവരെ അവസാനം അബ്രാഹാം വിശ്വാസികളുടെ പിതാവായി തീരുന്നതിൻ്റെയൊക്കെ കാരണം. എല്ലാ വഴികളും അടഞ്ഞു എന്ന് മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാലും എനിക്കായി കർത്താവ് പുതിയൊരു മാർഗം തുറന്ന് തരും എന്ന് അങ്ങ് വിശ്വസിക്കണം. അത് സംഭവിക്കുക തന്നെ ചെയ്യും. ജീവിത അനുഭവങ്ങൾ അങ്ങനെയല്ലേ? റോമക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 21-ാം വചനത്തിൽ പറയുന്നു, വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അബ്രാഹത്തിന് പൂർണ്ണ ബോധ്യമുണ്ട്. ഇങ്ങനെ ഒരു ബോധ്യം നമുക്കുണ്ടോ? എന്നോട് കർത്താവ് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വചനത്തിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ, അത് നിറവേറ്റാനുള്ള കഴിവ് കൂടി ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. നമുക്ക് ബോധ്യമാകണം. അപ്പൻ മകനോട് പറയും, മോനെ നിനക്ക് ഞാനൊരു കാർ വാങ്ങിച്ചു തരാമെന്ന്. മകൻ അത് അങ്ങനെ തന്നെ വിശ്വസിക്കും. കാരണം എന്താ? അപ്പൻ അങ്ങനെ പറഞ്ഞാൽ അത് വാങ്ങിച്ചു തരാനുള്ള കഴിവ് അപ്പനുള്ളത് കൊണ്ടാണ് അത് പറയുന്നതെന്ന്, അല്ലാതെ കളിപ്പിക്കാനോ തമാശയ്ക്കോ പറയുന്നതല്ല എന്ന് നമ്മളങ്ങ് വിശ്വസിക്കണം. വാഗ്ദാനം നിറവേറ്റാനായിട്ട് കഴിയുന്നവനാണ് എൻ്റെ കർത്താവ് എന്ന് നമ്മൾ അടിയുറച്ച് അങ്ങ് വിശ്വസിക്കണം. അത് നിറവേറുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ആരംഭത്തിലെ നമ്മൾ മനസ്സിലാക്കിയത് ഇങ്ങനെ, ദൈവത്തിന് ചെയ്യാൻ കഴിയാത്തതായി എന്തെങ്കിലും ഉണ്ടോ എന്ന്. ദൈവത്തിന് ചെയ്യാൻ കഴിയാത്തതായി എന്തെങ്കിലും ഉണ്ടോ? പ്രിയപ്പെട്ട മക്കളെ, അങ്ങ് വിശ്വസിക്കണം. ദൈവം നമ്മുടെ കുടുംബത്തെ രക്ഷിക്കുമെന്ന്, കർത്താവ് നമ്മുടെ ജീവിതത്തെ രക്ഷിക്കുമെന്ന്, കർത്താവ് നമ്മുടെ രോഗങ്ങളിൽ നിന്ന് സൗഖ്യം നൽകുമെന്ന്, ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും നമ്മളെ രക്ഷിക്കുമെന്ന് അങ്ങ് വിശ്വസിക്കണം. അത് സംഭവിക്കും. അതാണ് കർത്താവ് യേശുമിശിഹാ യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 23-ാം വചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. കർത്താവ് ചോദിക്കുന്നതാണ്, ഒരപ്പൻ തൻ്റെ മകനെ, പിശാച് ബാധിച്ച മകനെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു, സുഖപ്പെടുത്താൻ പറ്റിയില്ല. പിന്നെ ഈശോയുടെ അടുത്ത് കൊണ്ടുവന്നു. അവ ഓരോ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവസാനം ആ അപ്പൻ ചോദിച്ചു, കർത്താവെ അങ്ങേക്ക് കഴിയുമെങ്കിൽ എൻ്റെ മകനെ സുഖപ്പെടുത്തി തരണം, കഴിയുമെങ്കിൽ എൻ്റെ മകനെ സുഖപ്പെടുത്തി തരണം. ഉടനെ കർത്താവ് പറയുന്ന കാര്യമാണ്, കഴിയുമെങ്കിലെന്നോ, വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. യോഹന്നാൻ 9:23. കഴിയുമെങ്കിലെന്നോ, വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ കർത്താവിനെ അങ്ങോട്ട് മുറുകെ പിടിക്കണം. വിശ്വാസത്തോടെ സംഭവിക്കുക തന്നെ ചെയ്യും. ജീവിതം അനുഗ്രഹീതമാകും. നമ്മുടെ ജീവിതത്തിൻ്റെ നിയോഗങ്ങൾ തക്ക സമയത്ത് അവിടുന്ന് നിറവേറ്റിത്തരും. ഇത് അവസാനമായിട്ട് മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം വചനത്തിൽ കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത്, അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കർത്താവിനിൽ നമുക്ക് ആശ്രയിക്കാം. ഈ കർത്താവിൽ അഭയം തേടാം. വിശ്വാസത്തോടെ കർത്താവിനെ മുറുകെ പിടിക്കാം. അവിടുന്ന് നമ്മളെ അനുഗ്രഹിക്കും. ഈ അനുഗ്രഹം സ്വീകരിക്കാൻ നമുക്കെല്ലാവർക്കും ഒരുങ്ങാം, പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ.